നിലമ്പൂരിൽ വയോധികയ്ക്ക് അയൽവാസിയുടെ ക്രൂരമർദ്ദനം. നിലമ്പൂർ CH നഗറിൽ താമസിക്കുന്ന 80 വയസ്സുള്ള ഇന്ദ്രാണി ടീച്ചർക്കാണ് മർദ്ദനമേറ്റത്. അയൽവാസിയായ ഷാജിയാണ് ഇന്ദ്രാണിയെ മർദ്ദിച്ചതെന്നാണ് വിവരം. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന ഇന്ദ്രാണി ടീച്ചറെ ഷാജി അകാരണമായി ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ ഇന്ദ്രാണി ടീച്ചറുടെ മുഖത്തും ശരീരത്തിനും പരിക്കേറ്റു. അയൽവാസികൾ പകർത്തിയ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ നിലമ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി CB അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഒരു 80 വയസ്സുകാരിക്ക് നേരെ അയൽവാസിയുടെ ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾ മദ്യലഹരിയിലോ മറ്റോ ആയിരുന്നോ? ആക്രമണത്തിന്റെ കാരണം എന്താണ്? പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ടോം പറഞ്ഞതുപോലെ പ്രതി മദ്യലഹരിയിലാണ്. ഇയാൾ സ്ഥിരമായിട്ട് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ആളാണ്. അതിലുപരി ഈ ടീച്ചറുടെ മകൻ ടീച്ചറെ സഹായിക്കാനൊക്കെയുള്ള നിർദ്ദേശവും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതും ഈ മദ്യപിച്ച് ഈ പ്രശ്നമുണ്ടാക്കിയ ആളെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാൾ മദ്യപിച്ച് സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ പ്രേക്ഷകരിലേക്ക് എത്തിയ ദൃശ്യങ്ങളിലൂടെ കണ്ടിട്ടുള്ളത്. ഇയാൾക്കും പ്രായമുണ്ട്, 60-70 വയസ്സ് പ്രായമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മദ്യലഹരി ആയതുകൊണ്ട് തന്നെ സദാസമയം ഇയാൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ടീച്ചറുടെ മകനും ലഹരിക്ക് അടിമയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അത് ഇവർ വേണ്ട പോലെ നോക്കാതെ മറ്റുള്ളവരെ അമ്മയുടെ സംരക്ഷണം ഏൽപ്പിച്ചു പോകുന്ന തരത്തിലേക്കുള്ളൊരു നിലപാട് സ്വീകരിച്ചതും ഈ ഒരു പ്രശ്നം ഇത്ര വഷളാക്കാനുള്ള കാരണമായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ടീച്ചറുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് അവർ ചികിത്സയിലുള്ളത്. പ്രതിയെ കൃത്യമായിട്ട് പോലീസിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണുള്ളത്. പക്ഷേ ഇയാൾ മദ്യലഹരിയിലായതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ച് നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാനാകുന്നത്. ടോം, ഈ ആക്രമണത്തിന്റെ കാരണം എന്താണ്? എന്തെങ്കിലും പെട്ടെന്നുള്ളൊരു പ്രകോപനമുണ്ടോ, അതോ ഏതെങ്കിലും മുൻ വൈരാഗ്യമോ മറ്റോ ആണോ ഈ ഇന്ദ്രാണി ടീച്ചറെ അയൽവാസിയായ ഷാജി ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കാനുള്ള കാരണമായത്? പ്രത്യേകിച്ച് പ്രകോപനത്തിൻ്റെ കാരണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് പ്രാഥമികമായിട്ട് നിലമ്പൂരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇയാൾ മദ്യലഹരിയിൽ വന്നിട്ട് പതിവായിട്ട് ബഹളം വയ്ക്കുന്നതും ഇത്തരത്തിൽ ശല്യം ചെയ്യുന്നതൊക്കെ ആ ഒരു മേഖലയിൽ സ്ഥിരമായിട്ടുള്ളതാണ്. അത് ടീച്ചർക്ക് നേരെയും പതിവായിട്ട് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അയാളുടെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് മദ്യപിച്ച് കഴിഞ്ഞാൽ അയാൾ എന്താണ് ചെയ്യുന്നത് അയാൾക്ക് അറിയാത്ത ഒരു സാഹചര്യമാണ് എന്നൊക്കെയാണ് പ്രദേശവാസികളെ അയൽവാസികളൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ മദ്യലഹരിയിൽ ഇയാൾ ചെയ്തതാണ് ഈ അക്രമം എന്ന തരത്തിലാണ് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. മറ്റു വൈരാഗ്യമോ മറ്റു പ്രശ്നങ്ങളോ ഇതിന് വഴിയൊരുക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ടോം, വ്യക്തമാണ്. CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം നിലമ്പൂരിലാണ് വയോധികയ്ക്ക് അയൽവാസിയുടെ ക്രൂരമർദ്ദനമേറ്റത്. നിലമ്പൂർ CH നഗറിൽ താമസിക്കുന്ന 80 വയസ്സുള്ള ഇന്ദ്രാണി ടീച്ചറെ അയൽവാസിയായ ഷാജി മദ്യലഹരിയിൽ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അയൽവാസിയായ ഷാജിയാണ് മർദ്ദിച്ചതെന്ന് നഗരസഭാ അധികൃതരും വ്യക്തമാക്കുന്നുണ്ട്. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന ഇന്ദ്രാണി ടീച്ചറെ ഷാജി അകാരണമായി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. മർദ്ദനത്തിന് ഇന്ദ്രാണി ടീച്ചറുടെ മുഖത്തും ശരീരത്തിലും പരിക്കേറ്റിട്ടുണ്ട്. അയൽവാസികൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. സംഭവത്തിൽ നിലമ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതിയായ ഷാജി ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ മറ്റ് നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പൂർത്തീകരിക്കും. അതിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. എന്തായാലും അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നു. അയൽവാസികൾ തന്നെയാണ് ഇന്ദ്രാണി ടീച്ചറെ ആശുപത്രിയിലും എത്തിച്ചത്. മകൻ നോക്കാനേ ആളെ ഏൽപ്പിച്ചു പോയതല്ലേ? സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.